അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 14 വെള്ളിയാഴ്ച. ഇന്ത്യ-US ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പുതിയ സമവാക്യവുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൊണാൾഡ് ട്രംപിന്റെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ എന്ന മാഗയും മേക്ക് ഇന്ത്യ ഗ്രേറ്റ് എഗെയിൻ മിഗയും ചേർന്നാൽ മെഗാ കൂട്ടുകെട്ടാകുമെന്നാണ് മോദി പറഞ്ഞത്. US-ഉം ഇന്ത്യയും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ മെഗാ പങ്കാളിത്തമായി മാറുമെന്നും മോദി വ്യക്തമാക്കി. US സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി മോദിയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും തമ്മിൽ വ്യാപാര പ്രതിരോധം, കുടിയേറ്റം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി. വിവിധ വിഷയങ്ങളിൽ നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ തഹാവൂർ റാണയെ ഇന്ത്യയ്ക്ക് കൈമാറുമെന്ന് ട്രംപ് അറിയിച്ചു. റാണയെ കൈമാറണമെന്ന് വർഷങ്ങളായി ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ട്. റാണയെ കൈമാറാനുള്ള അമേരിക്കയുടെ നിലപാടിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. $500 ബില്യൺ ഉഭയകക്ഷി വ്യാപാരത്തിന് ഇരു രാജ്യങ്ങളും തമ്മിൽ തീരുമാനമായിട്ടുണ്ട്. കൂടാതെ US-ൽ നിന്ന് ഇന്ത്യയിലേക്ക് കൂടുതൽ ഓയിലും ഗ്യാസും ഇറക്കുമതി ചെയ്യാനുള്ള കരാറും യാഥാർത്ഥ്യമാകും. ലോകത്തിലെ തന്നെ ഏറ്റവും നൂതനമായ യുദ്ധവിമാനങ്ങളിലൊന്നായ F-35 യുദ്ധവിമാനങ്ങൾ ഇന്ത്യയ്ക്ക് നൽകാനും തീരുമാനമായിട്ടുണ്ട്. അമേരിക്കൻ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്പെഷ്യൽ സമ്മാനം നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരു നേതാക്കളും ഒരുമിച്ച് പങ്കെടുത്ത ഹൌഡി മോദി, നമസ്തേ ട്രംപ് പരിപാടികളിൽ നിന്നുള്ള ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കോഫി ടേബിൾ ബുക്കാണ് ട്രംപ് മോദിക്ക് സമ്മാനമായി നൽകിയത്. വയനാട് പുനരധിവാസത്തിന് 529.50 കോടി രൂപയുടെ മൂലധന നിക്ഷേപ വായ്പ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. ടൌൺഷിപ്പ് അടക്കം 16 പദ്ധതികൾക്കാണ് വായ്പ അനുവദിച്ചത്. പലിശയില്ലാത്ത വായ്പ 50 വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ഇക്കാര്യം അറിയിച്ച് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് കേന്ദ്രം കത്തയച്ചത്. പാലക്കാട് ഒയാസിസ് കമ്പനിക്ക് ബ്രൂവറിക്കായി സ്ഥലം കണ്ടെത്തിയ ഏലപ്പള്ളി പഞ്ചായത്തിൽ അവിശ്വാസ നീക്കം പാളി. ഏലപ്പള്ളിയിൽ BJPയും UDFും യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. പഞ്ചായത്തിന്റെ അഴിമതിക്കെതിരെ എന്ന് വാദിച്ചാണ് CPM ഏലപ്പള്ളിയിൽ അവിശ്വാസം കൊണ്ടുവന്നത്. 22 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ ക്വാറം തികയാൻ 11 അംഗങ്ങളാണ് വേണ്ടത്. എന്നാൽ 9 കോൺഗ്രസ് അംഗങ്ങളും 5 BJP അംഗങ്ങളും വിട്ടുനിന്നു. ക്വാറം തികയാത്തതിനാൽ പ്രമേയം അവതരിപ്പിക്കാനായില്ല. കേരളത്തിലെ വ്യാവസായിക രംഗത്തെ പുരോഗതിയെക്കുറിച്ച് ദേശീയ ദിനപത്രത്തിൽ ലേഖനമെഴുതിയ കോൺഗ്രസ് MP ശശി തരൂരിന് നന്ദി പറഞ്ഞ് മന്ത്രി P രാജീവ്. ശശി തരൂരിന്റെ ലേഖനം പങ്കുവച്ചാണ് മന്ത്രി ഫേസ്ബുക്കിൽ കുറിപ്പെഴുതിയത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാമതെത്തിയതുൾപ്പെടെ സമീപകാലത്ത് കേരളം വ്യാവസായിക രംഗത്ത് നേടിയ നേട്ടങ്ങളെ വളരെ പോസിറ്റീവായാണ് ശശി തരൂർ നോക്കിക്കാണുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. കോട്ടയത്തെ നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് അതിക്രൂരമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. റാഗിങ്ങിന്റെ ആദ്യ സെക്കൻഡുകൾ കാണുമ്പോൾ തന്നെ അതിക്രൂരമാണെന്നും സസ്പെൻഷനിൽ ഒതുങ്ങേണ്ട വിഷയമല്ലെന്നും കുട്ടികളെ പുറത്താക്കുന്ന കാര്യം ഉൾപ്പെടെ ആലോചിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിംഗുമായി ബന്ധപ്പെട്ടുള്ള പ്രതികൾ വിദ്യാർത്ഥിയെ ക്രൂരമായി ഉപദ്രവിച്ചത് പിറന്നാൾ ആഘോഷത്തിന് ചെലവ് ചെയ്യാത്തതിനെ തുടർന്നെന്ന് പോലീസ്. മദ്യമടക്കം വാങ്ങാൻ പരാതിക്കാരനായ വിദ്യാർത്ഥിയോട് പ്രതികൾ പണം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വിദ്യാർത്ഥി പണം കൊടുക്കാൻ തയ്യാറായില്ല. പണം കൊടുക്കാതെ വന്നതോടെയാണ് കട്ടിലിൽ കെട്ടിയിട്ട് കോമ്പസ് ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിച്ചതെന്നാണ് റിപ്പോർട്ട്. കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ നാട്ടാന ഇടഞ്ഞ് 3 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ നാട്ടാന പരിപാലന ചട്ടത്തിന്റെ ലംഘനമുണ്ടായെന്ന് ഫോറസ്റ്റ് കൺസർവേറ്റർ R. കീർത്തി. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് വനമന്ത്രിക്ക് നൽകിയെന്നും അവർ പ്രതികരിച്ചു.
ക്ഷേത്രം ഭാരവാഹികൾ നേരത്തെ ആവർത്തിച്ചു പറഞ്ഞിരുന്നത് അവിടെ ചട്ടലംഘനം ഉണ്ടായില്ലെന്നാണ്. ഇതിനെ അസാധുവാക്കുന്നതാണ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ റിപ്പോർട്ട്. കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആനയിടഞ്ഞുണ്ടായ അപകടത്തിൽ സ്വമേധയാ ഇടപെട്ട് ഹൈക്കോടതി. ഗുരുവായൂർ ദേവസ്വം ഉദ്യോഗസ്ഥനോട് കോടതിയിൽ ഹാജരാവാൻ നിർദ്ദേശിച്ചു. വനം വകുപ്പും ഗുരുവായൂർ ദേവസ്വവും വിശദീകരണം നൽകണമെന്നും ആനകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. പാലാ മുനിസിപ്പാലിറ്റി ചെയർമാൻ ഷാജു തുരുത്തന് എതിരെ UDF സ്വതന്ത്രൻ കൊണ്ടുവന്ന അവിശ്വാസം പാസായി. പ്രമേയ അവതാരകനടക്കം UDF അംഗങ്ങളെല്ലാം വിട്ടുനിന്നപ്പോൾ LDF അംഗങ്ങളിൽ ചെയർമാൻ ഒഴികെ മറ്റെല്ലാവരും പ്രമേയത്തെ അനുകൂലിച്ചു. മുന്നണി ധാരണ പ്രകാരം രാജിവെക്കാതെ വന്നതോടെയാണ് കേരള കോൺഗ്രസ് അംഗമായ ഷാജു തുരുത്തനെ സ്വന്തം പാർട്ടിക്കാരടക്കം കൈവിട്ടത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ +1 വിദ്യാർത്ഥിയെ സ്കൂളിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചു. കാട്ടാക്കടയിലെ കുറ്റിച്ചലിൽ പരുത്തിപ്പള്ളി VHSE +1 വിദ്യാർത്ഥി ബെൻസൺ എബ്രഹാമിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ വൈകുന്നേരം മുതൽ കുട്ടിയെ കാണാനില്ലായിരുന്നു. അതേസമയം സ്കൂളിലെ ക്ലർക്കാണ് കുട്ടിയുടെ മരണത്തിന് പിന്നിലെന്ന് കുടുംബം ആരോപിച്ചു. സ്കൂളിൽ പ്രൊജക്ട് കൊടുക്കാൻ പോയപ്പോൾ ക്ലാർക്ക് പരിഹസിച്ചുവെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു. എന്നാൽ ഓഫീസിൽ സംഭവിച്ചത് എന്താണെന്ന് തനിക്കറിയില്ലെന്നും ക്ലർക്ക് J. സനലുമായി തർക്കമുണ്ടായെന്ന് കുട്ടി തന്നോട് പരാതി പറഞ്ഞിരുന്നുവെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കി. തിരുവനന്തപുരം കാട്ടാക്കടയിൽ +1 വിദ്യാർത്ഥിയെ സ്കൂളിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കുട്ടിയുടെ കുടുംബത്തിന്റെ പരാതി ശരിയല്ലെന്ന് ആരോപണ വിധേയനായ ക്ലർക്ക് ഇന്നലെ പ്രിൻസിപ്പലിന്റെ മേശപ്പുറത്തിരുന്ന സീൽ വിദ്യാർത്ഥി എടുക്കാൻ ശ്രമിച്ചപ്പോൾ തടഞ്ഞെന്നും സീൽ ഏതാണെന്ന് അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ വഴക്കുണ്ടാക്കിയെന്നും ക്ലർക്ക് വെളിപ്പെടുത്തി. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ചിനക്കത്തൂർ പൂരത്തിന്റെ ഭാഗമായി നടക്കുന്ന വെടിക്കെട്ടിന് ഹൈക്കോടതിയുടെ അനുമതി. വെള്ളിയാഴ്ച രാത്രി 10-ന് വടക്കുമംഗലം ദേശക്കൂത്തിന്റെ ഭാഗമായി നടക്കുന്ന വെടിക്കെട്ട്, ശനിയാഴ്ച രാത്രി 10-ന് പാലപ്പുറം ദേശക്കൂത്തിന്റെ ഭാഗമായി നടക്കുന്ന വെടിക്കെട്ട് എന്നിവയ്ക്കാണ് ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജില്ലാ ഭരണകൂടം വെടിക്കെട്ടിനുള്ള അനുമതി നിഷേധിച്ചിരുന്നു. നിർമ്മാതാവ് G. സുരേഷ് കുമാറിനെതിരെയുള്ള ആന്റണി പെരുമ്പാവൂരിന്റെ പരാമർശത്തിൽ മറുപടിയുമായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. G. സുരേഷ് കുമാറിനെ സമൂഹമാധ്യമങ്ങൾ വഴി ചോദ്യം ചെയ്തത് തെറ്റാണെന്നും ആന്റണി പരസ്യ നിലപാടെടുത്തത് അനുചിതമായെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വിമർശിച്ചു. അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ കണ്ടെത്തി. വെറ്റിലപ്പാറ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഫാക്ടറിക്ക് സമീപമാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. ആന ക്ഷീണിതനെന്നും ആരോഗ്യനില മോശമായി തുടരുകയാണെന്നും വനം വകുപ്പ് പറയുന്നു. അതേസമയം ആനയെ കൊണ്ടുവന്ന് പരിചരിക്കുന്നതിനായി കോടനാട് അഭയാരണ്യത്തിൽ തയ്യാറെടുപ്പുകൾ തുടങ്ങി. യാത്രക്കാരുടെയും ജനപ്രതിനിധികളുടെയും പ്രതിഷേധത്തെ തുടർന്ന് ബംഗളൂരു മെട്രോ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് മെട്രോ നിരക്ക് വർധനയിൽ മാറ്റം വരുത്തുമെന്ന് പ്രഖ്യാപിച്ചു. പല റൂട്ടുകളിലും 30% വരെ കുറവുണ്ടാകുമെന്നും മാറ്റം ഉടൻ നടപ്പിലാക്കുമെന്നുമാണ് അറിയിപ്പ്. ഓസ്ട്രേലിയൻ പര്യടനത്തിന് പിന്നാലെ ഇന്ത്യൻ താരങ്ങൾക്കും സപ്പോർട്ട് സ്റ്റാഫിനും ഏർപ്പെടുത്തിയ കർശന പെരുമാറ്റച്ചട്ടങ്ങൾ അടുത്ത ആഴ്ച തുടങ്ങുന്ന ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിൽ നടപ്പാക്കാനൊരുങ്ങി BCCI. കളിക്കാരുടെ കുടുംബത്തെ കൂടെ കൂട്ടാനാവില്ലെന്ന നിബന്ധനയ്ക്ക് പുറമെ കോച്ച് ഗൗതം ഗംഭീറിനും നിയന്ത്രണങ്ങളിൽ ഇളവുണ്ടാകില്ലെന്നാണ് റിപ്പോർട്ട്. ബ്ലൂംബെർഗ് പുറത്തുവിട്ട 2025 ഏഷ്യയിലെ ഏറ്റവും സമ്പന്ന കുടുംബങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തി മുകേഷ് അംബാനിയുടെ കുടുംബം. $9,050 കോടി ആസ്തിയുമായാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാനായ മുകേഷ് അംബാനിയുടെ കുടുംബം ഒന്നാം സ്ഥാനം പിടിച്ചെടുത്തത്. തായ്ലാന്റിലെ ചിയറാവൻ കുടുംബമാണ് $4,260 കോടി ആസ്തിയുമായി രണ്ടാം സ്ഥാനത്ത്. ഇന്തോനേഷ്യയിൽ നിന്നുള്ള ഹർട്ടോണോ കുടുംബമാണ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.